സ്ഫടികം ഈസ് എ മലയാളം ആക്ഷൻ ഡ്രാമ. ഒരു മലയാളം സിനിമയാണ്, ആക്ഷൻ ഡ്രാമയാണ്, ആക്ഷൻ ഫിലിമാണ്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഭദ്രൻ. തിരക്കഥയും സംവിധാനമൊക്കെ ഭദ്രനാണ് ചെയ്തത്. സ്റ്റാറിങ് മോഹൻലാൽ ആസ് തോമസ് ആടുതോമ ആൻഡ് തിലകൻ ആസ് ഹിസ് ഫാദർ. മോഹൻലാൽ ആടുതോമയായിട്ടും തിലകൻ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടൊക്കെ ആക്ട് ചെയ്യുന്നു. ചാക്കോ മാസ്റ്റർ. ഇറ്റ്സ് കൺസിഡേർഡ്, ഈ സിനിമ പരിഗണിക്കപ്പെടുന്നു, വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഫാദർ സൺ ഡ്രാമാസ് ഇൻ മലയാളം സിനിമ. മലയാള സിനിമയിൽ അച്ഛനും മകനും കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഒരു മികച്ച സിനിമകളിലൊരു സിനിമയായിട്ട് ഇതിനെ കണക്കാക്കപ്പെടുന്നു. ഓക്കെ, പ്ലോട്ട് സമ്മറി നമുക്ക് നോക്കാം. തോമസ് ചാക്കോ എന്ന് പറഞ്ഞാൽ നോണാസ് ആടുതോമ, അദ്ദേഹം ആടുതോമ എന്നറിയപ്പെടുന്നു. ഈസ് എ റിബല്യസ് യങ് മാൻ വിത്ത് എ ബ്രില്യൻ മൈൻഡ്. നല്ല കുരുത്തം കെട്ട ഒരു ചെറിയ വ്യക്തിയാണ്, വിത്ത് എ ബ്രില്യൻ മൈൻഡ്, നല്ല ബുദ്ധിയുള്ള, ഓർമ്മ ബുദ്ധിയുള്ള. ഹിസ് ഫാദർ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചാക്കോ മാസ്റ്റർ ഈസ് എ സ്ട്രിക്റ്റ് മാത്തമാറ്റിക്സ് ടീച്ചർ. അദ്ദേഹം ഒരു കർക്കശക്കാരനായ ഒരു കണക്കധ്യാപകനാണ്, സ്ട്രിക്റ്റ്. ഹു ഡ്രീംസ് ഓഫ് മേക്കിംഗ് ഹിസ് സൺ എ പെർഫെക്റ്റ് അക്കാഡമിക് ജീനിയസ്. അദ്ദേഹം സ്വപ്നം കാണാണ് അദ്ദേഹത്തിൻ്റെ മകനെ നല്ല ഒരു അക്കാഡമിക് ജീനിയസ് ആക്കിയിട്ട് വളർത്തണം, നല്ല ഒരു ജീനിയസ് ആക്കണം, നല്ലൊരു ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആക്കണം, ബ്രൈറ്റ് ഫ്യൂച്ചർ വേണം എന്നൊക്കെ അദ്ദേഹം സ്വപ്നം കാണുകയാണ്. ഹൗവർ, ഏതായിരുന്നാലും ചാക്കോസ് ഒബ്സഷൻ വിത്ത് ഡിസിപ്ലിൻ ആൻഡ് പെർഫെക്ഷൻ ക്രഷസ് തോമസ് സ്പിരിറ്റ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഈ ചാക്കോ മാഷുടെ അച്ചടക്കത്തോടും അതുപോലെ തന്നെ അമിതമായ പൂർണ്ണതയോടൊക്കെ ഉള്ള ഒരു ഒബ്സഷൻ, അതായത് സ്ട്രിക്റ്റ് ഡിസിപ്ലിനും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ചാക്കോ മാഷുടെ ആ ഒരു ഒബ്സഷൻ, ഒരു വാശി, ക്രഷസ്, അത് തകർക്കുന്നു തോമസ് സ്പിരിറ്റ്, തോമസിൻ്റെ ആ ഒരു ഉത്സാഹവും, ആൻഡ് ക്രിയേറ്റിവിറ്റി, തോമസിൻ്റെ ക്രിയാത്മകതയും ക്രിയേറ്റിവിറ്റിയും ഒക്കെ എന്താക്കുന്നു, ഈ ഒരു സംഗതി തകർക്കുന്നു. ഫീലിംഗ് മിസ്അണ്ടർസ്റ്റുഡ്, തെറ്റിദ്ധരിക്കപ്പെട്ട ആ ഒരു ഫീലിംഗിൽ, ആൻഡ് ഹ്യൂമിലേറ്റഡ്, തെറ്റിദ്ധരിക്കപ്പെടുകയും അതുപോലെ തന്നെ നിന്ദിക്കപ്പെട്ടൊക്കെ ഒരു ഫീലിംഗ് കൊണ്ട്, ബൈ ഹിസ് ഫാദേഴ്സ് കോൺസ്റ്റൻറ്റ് ക്രിറ്റിസിസം, തുടർച്ചയായ അച്ഛൻ്റെ വിമർശനങ്ങളാൽ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നും നിന്ദിക്കപ്പെട്ടു എന്നൊക്കെ ആ ഫീലിംഗ് കാരണത്താൽ തോമസ് ലീവ്സ് ഹോം, തോമസ് നാട് വിട്ട് പോവുകയാണ്. ആൻഡ് ഗ്രോസ് അപ്പ് ടു ബിക്കം എ ഫിയേർഡ് ലോക്കൽ ഗൂൺ കാൾഡ് ആടുതോമ. അങ്ങനെ നാട് വിട്ട് പോയിട്ട് ആൾക്കാരൊക്കെ ഭയപ്പെടുന്ന ഒരു നാട്ടിലെ ഗുണ്ടയായിട്ട് മാറുകയാണ്. ഡിസ്പൈറ്റ് ഹിസ് റഫ് എക്സ്റ്റീരിയർ, പുറമെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരക്കം പ്രകൃതമൊക്കെ ഉണ്ടെങ്കിലും, ഹി റിമെയിൻസ് ഡീപ്ലി ഇമോഷണൽ ആൻഡ് യേൺസ് ഫോർ ഹിസ് ഫാദേഴ്സ് അപ്രൂവൽ. അദ്ദേഹം വല്ലാതെ വൈകാരികമാവുകയും അച്ഛൻ്റെ ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വല്ലാതെ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. ഇയേഴ്സ് ലേറ്റർ, വർഷങ്ങൾക്ക് ശേഷം, തോമസ് റിട്ടേൺസ് ടു ഹിസ് ഹോം ടൗൺ. ഈ തോമസ് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ആൻഡ് ദ ലോങ് സപ്രസ്ഡ് ടെൻഷൻസ് ബിറ്റ്വീൻ ഫാദർ ആൻഡ് സൺ റീസർഫേസ്. അച്ഛനും മകനും തമ്മിലുള്ള ആ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു ടെൻഷൻ, അവർ തമ്മിലുള്ള ആ ഒരു വലിവ്, അത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റീസർഫേസ് ചെയ്യാണ്, വീണ്ടും അത് പുറത്തേക്ക് വരികയാണ്. ദ മൂവി എക്സ്പ്ലോസ്, ആ മൂവി കൈകാര്യം ചെയ്യുന്നു, തുറന്നു കാണിക്കുന്നു ദെയർ പെയിൻഫുൾ റിലേഷൻഷിപ്പ്, വളരെ വേദനാകരമായ അവരുടെ ആ ഒരു ബന്ധം. ഫിൽഡ് വിത്ത് ഈഗോയാലും റിഗ്രറ്റ്, കുറ്റബോധത്താലും, ലവ്, സ്നേഹം, ആൻഡ് അൺസ്പോക്കൺ ഇമോഷൻ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വികാരങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട ആ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ഈ സിനിമ തുറന്നു കാണിക്കുന്നുണ്ട്. എൻ്റെ അവസാനത്തിൽ ട്രാജഡി സ്ട്രൈക്സ്, ദുരന്തം സംഭവിക്കുന്നു, ലീഡിങ് ടു റിയലൈസേഷൻ ഓഫ് ദ ലോസ്റ്റ് ബോണ്ട് ബിറ്റ്വീൻ ദം. അവർ രണ്ടാളും തമ്മിൽ നഷ്ടപ്പെട്ട ആ ഒരു ബന്ധം, അതിനെ തിരിച്ചറിയാനും അത് ഒരുമിപ്പിക്കാനും വേണ്ടിയൊക്കെ ഉള്ളൊരു ശ്രമം നടക്കുന്നു. പിന്നെ അതിൻ്റെ തീംസാണ് ഫാദർ സൺ കോൺഫ്ലിക്റ്റ്, അച്ഛനും മകൻ തമ്മിലുള്ളൊരു സംഘട്ടനം. ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ബോധം, അഹംഭാവം, പ്രൈഡ്, അഹങ്കാരം, അഭിമാനം, ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണ. ലോസ്റ്റ് ചൈൽഡ്ഹുഡ് ഡ്രീംസ്, നഷ്ടപ്പെട്ട ബാല്യകാല ഓർമ്മകൾ. റിഡംഷൻ ആൻഡ് ഫർഗീവ്നെസ്, ഒരു വീണ്ടെടുക്കലും മാപ്പ് കൊടുക്കലും. ഓക്കെ, ഇതിൻ്റെ നോട്ടബിൾ ആസ്പെക്ട്സ് നമുക്ക് വേണ്ട, വൈൻഡപ്പ് ചെയ്യാം.